ഈ പെർഫോം ചെയ്താൽ മാത്രം പോരാ. ചില ആളുകൾ ദേ ആർ ബിസി വിത്ത് ലോട്ട്സ് ഓഫ് തിങ്സ്, ആക്ച്വലി ദേ ആർ ബിസി വിത്ത് നത്തിങ്. എന്ത് റിസൾട്ട് ഉണ്ടാക്കി എന്നുള്ള ചോദ്യത്തിന് പലപ്പോഴും ഈ ബിസി ആയിട്ടുള്ള ആളുകൾക്ക് എന്തുണ്ടാവാറില്ല, ആൻസർ ഉണ്ടാവാറില്ല. ലെവൺ എക്സ് ഫൈറ്റർ എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ എഴുതി വെക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, ഹീസ് എ ഹൈ പെർഫോമർ. ഏത് സിറ്റുവേഷനിലും നമ്മളുടെ പെർഫോമൻസിനെ ഗംഭീരമാക്കി നിലനിർത്താൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ലെവൺ എക്സ് ഫൈറ്റർ. സെക്കൻഡ് തിങ് എന്താണ്? റിസൾട്ട് ആൻഡ് അട്ടർമോസ്റ്റ് പ്ലാൻ. അതായത് അപ്പോ ഒരു ലെവൺ എക്സ് ഫൈറ്റർ എന്ന് പറഞ്ഞാൽ പെർഫോമർ മാത്രമല്ല, ആ പെർഫോമൻസിൽ കൃത്യമായിട്ടുള്ള ഗോൾ വെച്ച് എന്ത് ചെയ്താൽ, എന്ത് പ്രയോറിറ്റിയിൽ വർക്ക് ചെയ്താൽ റിസൾട്ട് കിട്ടുമെന്നുള്ള പ്ലാനിങ്ങോട് കൂടി വർക്ക്ഔട്ട് ചെയ്തിട്ട് റിസൾട്ട് എടുത്തിട്ട് വരുന്ന ആളാണ് ആര്? ലെവൺ എക്സ് ഫൈറ്റർ. ഇതെല്ലാം ചെയ്യുന്നത് വിത്ത് അട്ടർമോസ്റ്റ് ക്ലാരിറ്റി. കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ട്. എന്ത്, എങ്ങനെ, എപ്പോ, എവിടെ, ആരെ കൊണ്ട്, ഏത് സമയത്ത്, എന്റെ ഈ വീക്ക് എങ്ങനെയാണ് പോകാൻ പോകുന്നത്, ഈ മാസം എങ്ങനെയാണ്, ഈ വർഷം എങ്ങനെയാണ്, ഈ ക്വാർട്ടർ എങ്ങനെയാണെന്നുള്ളത്. അപ്പോ ഇത് ഞാൻ പറയുമ്പോ ചില ആളുകൾക്ക് ഇത് ഓവർലോഡഡ് ആയിട്ട് ഫീൽ ചെയ്യാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ക്രിക്കറ്റ് വിരാട് കോഹ്ലിയുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുമ്പോൾ മുട്ട് വിറച്ചാലും അതിലേക്ക് നമ്മൾ കേപ്പബിൾ ആവുക എന്നുള്ളതാണല്ലോ ഇമ്പോർട്ടന്റ്.